ഹായ് ഓൾ. നെക്സ്റ്റ് റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഇതിൽ 3 കേസസ് വരാം. കേസ് 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഫസ്റ്റ് കേസിൻ്റെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തു. ഇന്നൊരു നോർമൽ റൂത്ത് അറേയാണ്. ദർ ആർ നോൺ സീറോ എലമെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് റൂത്ത് അറേ. ഞാൻ പറഞ്ഞു റൂത്ത് അറേ ഫോം ചെയ്യുക. അറേ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ എല്ലാം പോസിറ്റീവാണ്, ദർ ഇസ് നോ സൈൻ ചേഞ്ച് എന്നാണെങ്കിൽ എല്ലാ പോൾസും ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലായിരിക്കും, സിസ്റ്റം സ്റ്റേബിളായിരിക്കും. പക്ഷേ കേസ് 2 ആൻഡ് 3 എന്ന് പറയുന്നത് നമ്മൾ റൂത്ത് അറേ ഫോം ചെയ്ത് വരുമ്പോൾ ഒരു റോ ഫുൾ അങ്ങ് കംപ്ലീറ്റ് സീറോ ആയി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓക്സിലറി ഇക്വേഷനൊക്കെ ഫോം ചെയ്ത് റൂത്ത് അറേ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് കംപ്ലീറ്റ് സീറോസ് ഉള്ളൊരു റോ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് അവിടെ ഒരു ഓക്സിലറി ഇക്വേഷനും റൂത്ത് അറേ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും ഒരു മാർജിനലി സ്റ്റേബിൾ സിസ്റ്റമോ അൺസ്റ്റേബിൾ സിസ്റ്റത്തിനുള്ള ചാൻസ് ഉണ്ട്. കേസ് 3 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം സീറോ ആവും, ബാക്കിയെല്ലാം നോൺ സീറോ എലമെൻറ്റ്സും ആവുന്നു. അങ്ങനെ 3 കേസിലുള്ള റൂത്ത് അറേസ് പഠിക്കണം. ഫസ്റ്റ് റൂത്ത് അറേ നമ്മൾ കഴിഞ്ഞു. അപ്പം സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സും സീറോ ആവുന്ന കേസാണ്. തേർഡ് കേസിൽ ഒരു എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ റൂത്ത് അറേ എന്ന് പറയും, ഏതെങ്കിലും ഒരു റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം സീറോ ആവുന്നതിനാണ് കേസ് 3. അങ്ങനെ 3 കേസസിൻ്റെ റൂത്ത് അറേ വരാം നമുക്ക് പ്രോബ്ലത്തിൽ. അപ്പോൾ ഫസ്റ്റ് കേസ് 1 നോർമൽ റൂത്ത് അറേ ആണ്. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം. അപ്പോൾ ഇതുപോലെ ഒരു റോയിലെ എല്ലാ എലമെൻറ്റ്സും സീറോ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു ഓക്സിലറി പോളിനോമിയൽ ഫോം ചെയ്യണം. അപ്പോൾ റൂട്ട്സിന് ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഈ റൂട്ട്സിന് ഇതുപോലെ ഇമാജിനറി ആക്സിസിൽ കിടക്കാനും റൈറ്റ് ഹാഫിൽ പോകാനും ഇതുപോലെ റൈറ്റ് ഹാഫിൽ ഇതിങ്ങനെ കോംപ്ലക്സ് പെയറായിട്ട് കിടക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അത് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വയ്ക്കണം. അതുപോലെ കേസ് 3 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് എലമെൻറ്റ് മാത്രം സീറോ ആവുന്നു. അങ്ങനെ നമുക്ക് അതിനുള്ള ടെക്നിക്കുണ്ട്, നമുക്ക് പ്രോബ്ലം വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞു. നോർമൽ റൂത്ത് അറേ ആയിരുന്നു, കേസ് 1 ആണ്. അടുത്ത കേസ് 2ൻ്റെ ഒരു പ്രോബ്ലമാണ്. കൺസ്ട്രക്ട് റൂത്ത് അറേ ആൻഡ് ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റം ഹൂസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് റൂട്ട്സ് ലൈങ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ, ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ ആൻഡ് ഇമാജിനറി ആക്സിസ്. അപ്പോൾ നമുക്കറിയാം ഇതാണൊരു സിഗ്മ ജെ ഒമേഗ പ്ലെയിൻ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ അടുത്ത നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി അനാലിസിസ് യൂസിങ് റൂട്ട് ലോക്കസ് ടെക്നിക്കാണ്. റൂട്ട് ലോക്കസ് വരയ്ക്കുന്നത് സിഗ്മ ജെ ഒമേഗ പ്ലെയിൻ ഓർ എസ് പ്ലെയിനിലാണ്. അപ്പോൾ എങ്ങനെ സീറോ മാർക്ക് ചെയ്യും, എങ്ങനെ പോള് മാർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ സ്റ്റെബിലിറ്റിയെ പറ്റി നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ തേർഡ് മൊഡ്യൂൾ കമ്പൽസറി ആയിട്ടും പഠിച്ചാൽ മാത്രമേ ഫോർത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് സിഗ്മ ജെ ഒമേഗ പ്ലെയിൻ ഉണ്ട്. ഈ സിഗ്മ ജെ ഒമേഗ പ്ലെയിനിൽ ലെഫ്റ്റ് ഹാഫിലാണോ അതോ ഇമാജിനറി ആക്സിസിലാണോ പോള്, അതോ റൈറ്റിലോട്ട് പോയിട്ടുണ്ടോ, ലെഫ്റ്റിൽ എത്ര പോളുണ്ട്, ഇങ്ങനത്തെയുള്ള അനാലിസിസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നോക്കുക. അതിൻ്റെ പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം പോസിറ്റീവാണ്. സോ നെസസറി കണ്ടീഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് സഫീഷ്യൻറ്റ് കണ്ടീഷനിലേക്ക് പോകണം. അതായത് റൂത്ത് അറേ ഫോം ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് പവറുള്ള ആളിനെ എടുക്കുക, S⁻6 എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് പവർ ആരാണ്, S⁻5. അവർ രണ്ടുപേരെയും നമ്മളിങ്ങനെ കോളമാക്കി. ദെൻ ഇനി എന്ത് ചെയ്യണം, S⁻6 ആണല്ലോ ഇവിടെ തുടങ്ങുന്നത്. സോ ഈവൻ നമ്പറാണ് തുടങ്ങിയത്. സോ ഈവൻ നമ്പറുള്ള ആൾക്കാരെ എല്ലാം പെറുക്കിയെടുക്കുക. ഏതാ, S⁻6ൻ്റെ കോഎഫിഷ്യൻറ്റ് 1. അടുത്ത ഈവൻ നമ്പർ ഏതാ, S⁻4 ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 8. അടുത്ത S² ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 20. അടുത്ത S⁻0 ആണ്, 16 S⁻0. സോ 16. അങ്ങനെ ഫസ്റ്റ് റോ നമ്മൾ ഫോം ചെയ്തു. അടുത്ത സെക്കൻഡ് റോ എന്ന് പറയുന്നത് ഏതാ, S⁻5ൻ്റെ റോ ആണ്. അപ്പം ഓഡ് നമ്പേഴ്സിൻ്റെയാണ്, ഓഡ് പവേഴ്സിൻ്റെ 2. S⁻5 കഴിഞ്ഞാൽ പിന്നെ S³ 12, S³ കഴിഞ്ഞാൽ പിന്നെ 16S. സോ 16. അപ്പം നമുക്ക് റോ 1ഉം റോ 2ഉം കിട്ടി, 2 റോ കിട്ടി നമുക്ക്, S⁻6ഉം S⁻5ഉം. ദ എലമെൻറ്റ്സ് ഓഫ് S⁻5 റോ ക്യാൻ ബി ഡിവൈഡ് ബൈ 2. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെറുതാവും. ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 1 6 8. 1 6 8 എന്ന് ചെറുതായില്ലേ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 റോ ആദ്യമേ ഫോം ചെയ്യുക. ഇനി നമുക്ക് റൂട്ട്സ് അറേ ഫോം ചെയ്യാൻ പോവാണ്. റൂത്ത് അറേ എന്ന് പറയുമ്പം ഇവിടെ നോക്കുക നിങ്ങൾ ഫിഗറിൽ നേരത്തെ പറഞ്ഞ പോലെ S⁻6ൻ്റെ
എക്സ് റേസ് ടു 5ൻ്റെയും 2 റോസ് നമുക്ക് ഓക്കെയാണ്. ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം ചെറിയതാക്കി 168 എന്നാക്കി. ഇനി അപ്പം നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താ, ഇതുപോലെ കോളം എഴുതുക. ഏതൊക്കെയാണ്? 6, 5, 4, 3, 2, 1, 0 അങ്ങനെ നമ്മൾ കോളം എഴുതുന്നു. ഈ കോളമാണ് ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം എക്സ് റേസ് ടു 4ൻ്റെ ആണല്ലോ നെക്സ്റ്റ് എലമെൻറ്റ്സ് വേണ്ടത്. ഈ എലമെൻറ്റ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. എക്സ് റേസ് ടു 6ഉം 5ൻ്റെ റോ 1 and 2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി അടുത്ത റോ തേർഡ് റോ ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. തേർഡ് റോ ഫോം ചെയ്യുമ്പം എന്താണ് പറ്റേണ്ടത്, എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, ഇവിടുത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ എലമെൻറ്റ് കണ്ടുപിടിക്കണം. തൊട്ടു മേളത്തെ എലമെൻറ്റ്സ് എപ്പോഴും ഈ ഒരു റോ എടുക്കുമ്പം ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് മുന്നത്തേലെ ഫസ്റ്റ് എലമെൻറ്റ്. ഇപ്പോൾ എക്സ് റേസ് ടു 4ൻ്റെ റോ ആണ് ഞാൻ എടുത്തതെങ്കിൽ എക്സ് റേസ് ടു 5ലെ ഫസ്റ്റ് എലമെൻറ്റ് ആണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ അടുത്ത എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എലമെൻറ്റാണ്, ഫസ്റ്റ് എലമെൻറ്റാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? 1 into 8 ഇങ്ങനെ ക്രോസ് ചെയ്യണം. 1 into 8, 1 into 6, 1 into 8 ഏതാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എലമെൻറ്റ്. ഇതിന് മേളത്തത് 1 ഇൻറ്റു അതിൻ്റെ ക്രോസ് 8 മൈനസ് 1 into 6 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ എന്തോ കിട്ടും? 8 minus 6 2 എന്ന് കിട്ടും. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എന്താ, അടുത്ത എലമെൻറ്റ് നോക്കാം. അടുത്ത എലമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ എലമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എലമെൻറ്റ് കണ്ടുപിടിക്കണം. എഗെയിൻ നമ്മൾ ഇതെടുക്കും. 1 into 20 മൈനസ് 1 into 8, 20 മൈനസ് 8 ബൈ 1 എന്തോ കിട്ടും നമുക്ക്? എത്ര കിട്ടുന്നത്? 12 ഡിവൈഡ് ബൈ 1. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാ? 2 കിട്ടി, 12 കിട്ടി. ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാ? അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ തേർഡ് എലമെൻറ്റാണ് കിട്ടേണ്ടത്. തേർഡ് എലമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ തേർഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ വരണ്ടേ? അപ്പോഴും നമ്മൾ ഈ മേളത്തെ, അതായത് മേളത്തെ തൊട്ട് മുന്നത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ലാസ്റ്റ് 1 into 16 മൈനസ് വേറെ എലമെൻറ്റ് വല്ലതും ഈ സൈഡിലുണ്ടോ? ഇവിടെ എലമെൻറ്റ് ഇല്ല. മൈനസ് 0 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് 16 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ഇവിടെ കിട്ടിയത് 2 കിട്ടി, 12 കിട്ടി, 16 കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1, 6, 8. അതുകൊണ്ടാണ് ഈ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയത്. എക്സ് റേസ് ടു 5ൻ്റെയും എക്സ് റേസ് ടു 4ൻ്റെയും റോ എന്ന് പറഞ്ഞാൽ 168 എന്ന് തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടുത്ത എലമെൻറ്റ് എസ് ക്യൂബിൻ്റെ റോ കണ്ടുപിടിക്കുമ്പം എസ് ക്യൂബിൻ്റെ റോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എല്ലാത്തിലും ഒരേ മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കണം. എനിക്ക് ഈ എലമെൻറ്റ് കിട്ടണമെങ്കിൽ ഇതിന് തൊട്ട് മുന്നത്തെ എലമെൻറ്റ് ഇൻറ്റു ഓപ്പോസിറ്റിലത് 1 into 6 മൈനസ് ഇത് ക്രോസ് 1 into 6 ഡിവൈഡഡ് ബൈ 1 ദറ്റ് ഈസ് 0 എന്ന് കിട്ടും. അപ്പോൾ ഈ എലമെൻറ്റ് എനിക്ക് 0 കിട്ടി. ഇനി അടുത്ത എലമെൻറ്റ്, ഇവിടുത്തെ എലമെൻറ്റ് വേണം. ഇവിടുത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് തൊട്ട് മുമ്പത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ഓപ്പോസിറ്റ് 1 into 8, 1 into 8, 8 minus 8 അഗെയിൻ 0 എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് എന്തായി? ഒരു റോ കംപ്ലീറ്റ് ആയിട്ടും 0 ആയി. ഇത് റോ 3 ആണ്, ടെക്സ്റ്റിൽ തെറ്റാണ്. അപ്പോൾ ഫോർത്ത് റോ കണ്ടോ? ഫോർത്ത് റോ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് 0 ആയിപ്പോയി. നമ്മുടെ കേസ് 2 ആണ്. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓക്സിലറി പോളിനോമിയൽ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് പോകണം. അതാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് എസ് ക്യൂബിൻ്റെ എലമെൻ്റ് എടുത്തപ്പോൾ നമുക്കിതുപോലെ 0, 0 എന്ന് വന്നു. ഇങ്ങനെ കംപ്ലീറ്റ് ഒരു റോ 0, 0 വന്നു കഴിഞ്ഞാൽ ഓക്സിലറി ഈക്വേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്സിലറി പോളിനോമിയൽ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഓക്സിലറി ഈക്വേഷൻ എഴുതുകയാണ് നമ്മൾ. എ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 + 6s² + 8. എങ്ങനെയാണ് അത് എഴുതിയത്? ഇത് കണ്ടോ? അപ്പം ഇതെങ്ങനെ എഴുതി നോക്കാം. ഇപ്പം നമുക്ക് എസ് ക്യൂബിൻ്റെ ഈ ഒരു റോ ആണ് നമുക്ക് കംപ്ലീറ്റ് 0 ആയിട്ട് വന്നത്. അപ്പം നമ്മൾ ഓക്സിലറി പോളിനോമിയൽ എ എന്ന് പറയുന്ന ഒരു പുതിയ പോളിനോമിയൽ എഴുതും. ആ പോളിനോമിയൽ എഴുതുന്ന ഏത് പോളിനോമിയൽ വെച്ചിട്ടാണ്? നമുക്ക് എക്സ് റേസ് ടു 4 എന്നല്ല ഇങ്ങനെ 0യിലേക്ക് പോയത്. അപ്പോൾ എക്സ് റേസ് ടു 4 വരുന്ന പോളിനോമിയലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു റോ, ഈ 168 കിട്ടിയ എക്സ് റേസ് ടു 4ൻ്റെ റോ എടുക്കും. ആ റോ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് A is equal to 1 into s raised to 4 plus നമുക്കറിയാം എസ് റേസ് ടു 4ൻ്റെ റോ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് എലമെൻറ്റ് എസ് റേസ് ടു 4ൻ്റെ കോയഫിഷ്യൻ്റാണ്. ഇത് എസ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റാണ്. ഇത് എസ് റേസ് ടു 0യുടെ കോയഫിഷ്യൻ്റാണ്. ഒന്നിടവിട്ടല്ലേ എഴുതുന്നത്. അപ്പോൾ എസ് റേസ് ടു 4ൻ്റെ കോയഫിഷ്യൻ്റ് 1 into എസ് റേസ് ടു 4. അടുത്ത 6 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? എസ് സ്ക്വയറിൻ്റെ പ്ലസ് 8 into എസ് റേസ് ടു 0. അപ്പോൾ നമുക്ക് കിട്ടി ഓക്സിലറി. ഈ ഒരു മെത്തേഡ് നിങ്ങൾ അങ്ങ് എല്ലാ പ്രോബ്ലത്തിലും പഠിച്ചാൽ മതി കേട്ടോ. 2 മെത്തേഡുണ്ട്. ഈ മെത്തേഡ് ഞാൻ പഠിപ്പിക്കുന്നത്. എസ് റേസ് ടു 4 + 6s² + 8 എന്ന് നമുക്ക് ഓക്സിലറി പോളിനോമിയൽ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് പോളിനോമിയൽ എടുക്കണം.
വിത്ത് റെസ്പെക്ട് ടു എസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് s⁴ പ്ലസ് 6s² പ്ലസ് 8 എന്ന് പറയുന്ന എക്സ്പ്രഷനാണ്. അത് ഒരു പോളിനോമിയൽ എ എന്ന് വിളിച്ചു. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കാനൊക്കെ അറിയാമോ? s⁴ പ്ലസ് 6s² പ്ലസ് 8 എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എസ്സിൽ ഡെറിവേറ്റീവ് ചെയ്ത് എന്താ കിട്ടും? s⁴ എന്താ 4s³ പ്ലസ് 6s² എന്തുവാ 12s³ പ്ലസ് 8 0 ആണ്. അപ്പോൾ 4s³ പ്ലസ് 12s എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 × s² എന്തുവാ 12s എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4s³ പ്ലസ് 12s എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു നമ്മുടെ s³ അല്ലേ അടുത്ത കോളം, അടുത്ത റോ എന്ന് പറഞ്ഞാൽ s³ ആണ് 0 ആയിപ്പോയത്. സോ ആ കോഎഫിഷ്യൻസ് s³ കോഎഫിഷ്യൻറ്റ് 4 എന്ന് എഴുതുക, s³ കോഎഫിഷ്യൻറ്റ് 4 എന്ന് എഴുതുക, s⁴ 12 എന്ന് എഴുതുക. സോ ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 1 3 എന്ന് കിട്ടും. അത് റോയാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ 4th റോയ്ക്ക് എന്ത് പറ്റിയായിരുന്നു? 4th റോ കംപ്ലീറ്റ് 0 ആയിരുന്നു. സോ ആ 4th റോയ്ക്ക് തൊട്ട് മുന്നത്തെ റോ 3rd റോ എടുക്കുക. 3rd റോ യൂസ് ചെയ്തൊരു പോളിനോമിയൽ എഴുതുക. അതിനെ ഓക്സിലറി പോളിനോമിയൽ എന്ന് വിളിക്കും. ഈ ഓക്സിലറി പോളിനോമിയലിന് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം വി വിൽ ഗെറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് s³ ആൻഡ് s⁴. അതാണ് നമ്മുടെ നെക്സ്റ്റ് റോ. ആ റോ നമ്മൾ അവിടെ എഴുതി വയ്ക്കുക. അപ്പം നമുക്ക് ഈ ഒരു റോയും കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് റോ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ തന്നെ കണ്ടുപിടിക്കുക? സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു റോ കണ്ടുപിടിക്കണമെങ്കിൽ, ഈ ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 4th റോ ആൻഡ് 3rd റോ ഏതാ? 1 × 6 1 × 6 മൈനസ് 1 × 3 3 / 1 ദാറ്റ് ഈസ് 3 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്താ? 3 ആയി. അടുത്ത എലമെൻറ്റ് എനിക്ക് ഈ എലമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഇതിന് തൊട്ട് മുമ്പത്തെ റോയുടെ ഫസ്റ്റ് എലമെൻറ്റും ഇത് ക്രോസ് 8 1 × 8 മൈനസ് 0/1 ദാറ്റ് ഈസ് 8. അങ്ങനെയാണ് നമുക്ക് എലമെൻറ്റ്സ് 3 and 8 എന്ന് കിട്ടി. ഇനി എനിക്ക് അടുത്ത കോളം s⁴ കോളത്തിലെ ഫസ്റ്റ് എലമെൻറ്റ് വേണം. അവിടുത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3 × 3 മൈനസ് 1 × 8 3 × 3 എന്ന് പറയുമ്പോൾ 9 മൈനസ് 8/3 ദാറ്റ് ഈസ് 1/3 എന്ന് കിട്ടും. 1/3 എന്ന് പറഞ്ഞാൽ 0.33. വേറെ എലമെൻറ്റ്സ് ഒന്നും ഇനി അങ്ങോട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് s⁴ എലമെൻറ്റ് എങ്ങനെ കിട്ടും? s⁴ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടുന്ന് അങ്ങോട്ട് 0.33 × 8 divided by 0.33 which is equal to 8 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കോളം ഓഫ് റൂട്ട് അറേ കംപ്ലീറ്റ് s⁴ വരെയുള്ളത് ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്സിലറി ഈക്വേഷൻ ഫോം ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് റൂട്ട് അറേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഇത് കേസ് 2 ആണ്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് റോ 0 വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂട്ട് അറേ കിട്ടി, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോൾസിനെ പറ്റി സംസാരിക്കാൻ, റൂട്ട്സ് എവിടെയൊക്കെ ആയിരിക്കും എന്നതിനെ പറ്റി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയൊരു ഓക്സിലറി പോളിനോമിയൽ ഓൺ എക്സാമിനിങ് ദ എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് കോളമും ഓഫ് റൂട്ട് അറേ അവിടെ സൈൻ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? പുതിയ റൂട്ട് അറേയിലെ കോളത്തിൽ നോക്കിക്കേ, ഈ കോളത്തിൽ സൈൻ ചേഞ്ച് ഒന്നുമില്ല. 1 1 1 ഇത് റോ 3 ആണ്. 4th റോ കംപ്ലീറ്റ് ഇത് പോയി. പിന്നെ ഇതാണ്. സോ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. ദർ ഈസ് നോ സൈൻ ചേഞ്ച്. ദ റോ വിത്ത് ഓൾ സീറോസ് ഇൻഡിക്കേറ്റ് ദ പോസിബിലിറ്റി ഓഫ് റൂട്ട്സ് ഓൺ ഇമാജിനറി ആക്സിസ്. അതായത് നമുക്ക് സൈൻ ചേഞ്ച് ഒന്നുമില്ല. സോ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലൊന്നും വരേണ്ട ചാൻസ് ഇല്ല. പക്ഷേ ഓക്സിലറി ഈക്വേഷൻ്റെ റൂട്ട്സ്, ഓക്സിലറി ഈക്വേഷൻ വന്നതുകൊണ്ട് ഇമാജിനറി ആക്സിസിൽ റൂട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റം. ഇനി ആ റൂട്ട്സ് എവിടെയാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി പോളിനോമിയൽ എടുക്കുക. ഓക്സിലറി പോളിനോമിയൽ നേരത്തെ എഴുതി, a = s⁴ പ്ലസ് 6s² പ്ലസ് 8. അതിനകത്തുനിന്ന് നമ്മൾ s⁴ അപ്പം ഇവിടെ റൂട്ട്സ് കണ്ടുപിടിക്കാം. 4 റൂട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. s⁴ പ്ലസ് 6s² പ്ലസ് 8-ന് നമ്മൾ s²നെ x എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് എന്താ കിട്ടും? x² പ്ലസ് 6x പ്ലസ് 8 = 0 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എന്താ? -b എന്ന് പറഞ്ഞാൽ -6 പ്ലസ് ഓർ മൈനസ് √6² മൈനസ് 4 × 1 × 8 അതാണ് 4/8/2a 2 × 1. അത് സോൾവ് ചെയ്യുമ്പം -2 ഓർ -4 എന്ന് നമുക്ക് കിട്ടും. റൂട്ട്സ് അതായത് -2 ഓർ -4 എന്ന് കിട്ടിയത് എന്തിൻ്റെ വാല്യൂ? എക്സിൻ്റെ വാല്യൂ -2 ഓർ -4. എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? s². എക്സ് എന്ന് പറഞ്ഞാൽ s². അപ്പോൾ s²ൻ്റെ വാല്യൂ -2 ഓർ -4 ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്ത് വരും? എസിൻ്റെ വാല്യൂ എന്ത് വരും? s = √-2
പ്ലസ് ഓർ മൈനസ് റൂട്ട് -2 ആവാം, പ്ലസ് ഓർ മൈനസ് റൂട്ട് -4 ആവാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് -2 എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് √2 j ആണ്. റൂട്ട് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? s is equal to പ്ലസ് ഓർ മൈനസ് റൂട്ട് -2. അതുപോലെ s is equal to പ്ലസ് ഓർ മൈനസ് √4. റൂട്ട് -4നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് √4 2 ആണ്, 2j എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് 2j ആവാം, പ്ലസ് ഓർ മൈനസ് √2j ആവാം. അങ്ങനെ 4 റൂട്ട്സ് ആണ്. s⁴ ആണ്. സോ 4 റൂട്ട്സ് ആണ് വരുന്നത്. ഈ 4 റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ വന്നത്? ഇമാജിനറി റൂട്ട്സ് ആണ്. റൂട്ട്സ് ഓഫ് ദ ഓക്സിലറി പോളിനോമിയൽ ആർ ഓൾസോ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമുക്ക് 4 റൂട്ട്സ് ഏതൊക്കെയാണ് വന്നത്? ഇമാജിനറി ആക്സിസിലാണ്. പ്ലസ് √2j, മൈനസ് √2j, പ്ലസ് 2j ആൻഡ് മൈനസ് 2j. So hence the 4 roots are lying on imaginary axis and the remaining 2 roots are lying on the left half of S plane എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ റൈറ്റ് ഹാഫിലോട്ടൊന്നും പോയിട്ടില്ല. 4 റൂട്ട്സ് എന്ന് പറയുന്നത് എവിടെ വന്നു? 4 റൂട്ട്സ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസിൽ വന്നു. മൊത്തം എത്ര റൂട്ട് ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഇവിടെ എക്സ്പ്രഷനിൽ s⁻6 വരെയാണ്. സോ 2 റൂട്ട് ലെഫ്റ്റ് ഹാഫിലാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഈ സിസ്റ്റം എന്ന് പറയുന്നത് മാർജിനലി സ്റ്റേബിളാണ്. ദാറ്റ് ഈസ് കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയേഴ്സ് എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസിലുണ്ട്. സോ ഇറ്റ് ഈസ് മാർജിനലി സ്റ്റേബിൾ ഓർ ലിമിറ്റഡ്ലി സ്റ്റേബിൾ. 4 റൂട്ട്സ് ഇമാജിനറി ആക്സിസിലും 2 റൂട്ട്സ് ലെഫ്റ്റ് ഹാഫ് ഓഫ് S പ്ലെയിനിലും ആണുള്ളത്.